സ്കൂബ ഡൈവ് കഴിഞ്ഞ് നമ്മുടെ കാപ്പിൽ ബീച്ചിൽ മോരും വെള്ളം കുടിച്ചുകൊണ്ട് രാവിലെ മുതലുള്ള വാട്സപ്പ് മെസ്സേജുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് നിഖിലിൻ്റെ മെസ്സേജ് ശ്രദ്ധിച്ചത്. ഹാർട്ട് ആൻഡ് റൂട്ടിൻ്റെ വാർഷികമായിട്ട് നമ്മളൊരു ട്രക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ? അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി വയനാട് ചെമ്പ്ര ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നേരിട്ട് പരിചയമില്ലാത്ത ഒരു 13ഓളം പേര് കൂടെ ഉണ്ട്. നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളെങ്കിലും ഈ ട്രക്ക് ഒരു സ്റ്റീപ്പ് മോഡലായതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനൊരു മോഡറേറ്റ് ട്രക്കായിട്ടാണ് കണക്കാക്കാറുള്ളത്. തുടക്കത്തിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വനഭാഗമാണ്. അത് കഴിയുന്നതോടുകൂടിയിട്ട് പുല്ലും കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തോട്ട് എത്തും. അതോടെ നമ്മുടെ ട്രക്കിൻ്റെ രൂപം തന്നെ മാറി. ഒരു കുത്തനെയുള്ള മലഭാഗം ആരംഭിക്കുകയാണ്. കാഫ് മസിൽസ് നമ്മുടെ തലച്ചോറിനോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങും. പക്ഷേ പ്രകൃതിയുടെ ഭംഗി ഒരു എനർജി ആയിട്ട് മാറുമ്പോൾ മുന്നോട്ട് നമുക്ക് ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പുതിയ ആളുകളുമായിട്ട് ട്രക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം ആസ് എ ട്രക്ക് ലീഡർ നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ കള്ളങ്ങൾ പറയും. ആ കള്ളങ്ങൾ അവരെ വേഗത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കൂടെ മുന്നേ ട്രക്ക് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് പറയും, നിങ്ങൾ 5 മിനിറ്റ് നമുക്കറിയാം, അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ പറയാൻ പോകുന്നത് ആ വളവും കൂടി ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ നമ്മെ ട്രോളി തുടങ്ങും. ആൾറെഡി പരിചയമുള്ള ആളുകളോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക വൈബാണെങ്കിലും പുതിയ ആളുകളുടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകൾ കേൾക്കാൻ പറ്റും, അവരുടെ പുതിയ യാത്രാ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലും പുതിയ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി സാധിക്കും. പ്രകൃതി ചിലയിടങ്ങളിലൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ആകൃതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ചെമ്പ്ര പീക്ക്. ലവ് ഷേപ്പിലുള്ള ഒരു തടാകം ചെമ്പ്ര ട്രക്കിലെ ഒരു പ്രധാന ഹൈലൈറ്റാണത്. ഇതുവരെ എത്ര തവണ ചെമ്പ്ര ട്രക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ ഓരോ തവണയും വ്യത്യസ്തമായിട്ടാണ് പ്രകൃതി എന്നെ ചെമ്പ്ര പീക്കിലോട്ട് സ്വീകരിച്ചിട്ടുള്ളത്.